കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം എന്നത് ഇതിലെ വളരെ നാടകീയമായ ഒരു രംഗമായി മാറുകയാണ്. പലതരത്തിലുള്ള പരിഗണനകളുണ്ടല്ലോ. ഗ്രൂപ്പ് പരിഗണനകളുണ്ട്, സമുദായ പരിഗണനകളുണ്ട്, ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെയുള്ള മറ്റ് പരിഗണനകളുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ പരിഗണനകളും വീതം വെച്ച് വരുമ്പോൾ ഈ പുറമേ നിന്നുള്ള ആളുകളെ ഉൾക്കൊള്ളുന്നതിന് ഒരു പരിധിയുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന പ്രക്രിയയിൽ ജനങ്ങൾക്കും ജനാഭിലാഷത്തിനും പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ലേ? ഷാഫി ആക്റ്റീവായിട്ടുള്ളൊരു പൊളിറ്റീഷ്യനാണ്, ഗ്രൗണ്ടിൽ രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്, നിറഞ്ഞു നിൽക്കുന്നൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, നേതാവാണ്. അതുപോലെയല്ല രമേഷ് പിഷാരടി. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. 55 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേരുവരെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ബാക്കി 40 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം അവസാന ഘട്ടത്തിലും ഏതാണ്ട് പ്രഖ്യാപിക്കുന്നതിനടുത്തുമാണ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത്. MP-മാർ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. വളരെ ദീർഘമായ ഒരു പ്രക്രിയ, വളരെ നീണ്ട ഒരു പ്രക്രിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് എടുത്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്ന് നേതാക്കൾ മുൻപ് പറഞ്ഞിരുന്നു, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രത്യേകിച്ച്. പക്ഷേ ആ വാക്കൊന്നും പാലിക്കപ്പെട്ടില്ല. ഇപ്പോഴും 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷവും ചർച്ചകൾ തുടരുന്നുണ്ട്. ചിലപ്പോൾ 1-2 സീറ്റുകളിൽ വീണ്ടും നീണ്ടേക്കാം എന്ന അന്തരീക്ഷം നിലനിൽക്കുന്നു. ബഷീർ, ഇത്രയും വൈകുന്നത് കോൺഗ്രസ്സിന് ഈ പുതുയുഗ യാത്രയൊക്കെ നടത്തി ഒരു എനർജി ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. അതിനെ ദുർബലപ്പെടുത്തുന്നുണ്ടോ ഇത്രയും നീണ്ടൊരു ചർച്ച? പല മണ്ഡലങ്ങളിലും ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം ഉണ്ടാകാനുള്ള പൊട്ടിത്തെറികൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിനെ ചൊല്ലിയെടുക്കുന്ന സമയം കോൺഗ്രസിനെ ഏതെങ്കിലും രീതിയിൽ ക്ഷീണിപ്പിക്കാറില്ല പൊതുവായി. ഇത് കോൺഗ്രസിൽ എല്ലാ കാലത്തും ഉള്ളതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വളരെ കുറഞ്ഞ സമയമാണ് പ്രചാരണത്തിന് അനുവദിച്ചിരിക്കുന്നത്. വളരെ കുറഞ്ഞ 22 ദിവസങ്ങൾ മാത്രമേ ഇനി പ്രചാരണത്തിന് കിട്ടൂ എന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ പോലും സ്ഥാനാർത്ഥി നിർണയം അന്തിമ പട്ടിക തയ്യാറാക്കാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ കണ്ണൂർ മണ്ഡലത്തെ ചൊല്ലി മാത്രമാണ് തർക്കം നിലനിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ മാത്രമാണ് തർക്കം. കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശിന് കോന്നിയിൽ കൂടി സീറ്റ് അനുവദിക്കേണ്ടി വരും എന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഏറെക്കുറെ തീരുമാനമായി. അതിൽ തന്നെ പ്രാദേശികമായ എതിർപ്പുകൾ ഉയർന്നു വരുന്നുണ്ട്. അതുകൂടി പരിഹരിച്ച് പോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതാകണം. കണ്ണൂരിനെ ചൊല്ലി മാത്രമാണ് തർക്കം അവശേഷിക്കുന്നത് എന്നാണ് നമ്മൾ ഈ സംസാരിക്കുന്ന ഘട്ടത്തിൽ തോന്നുന്നത്. എങ്കിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ റെഡിയാണ് എന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും അത് ഉറപ്പ് നൽകുകയും ചെയ്തതിന് ശേഷവും ഈ തരത്തിൽ 40ഓളം സീറ്റ് പിടിച്ചു വച്ചിരിക്കുകയാണ് ഇപ്പോഴും അന്തിമമായി പ്രഖ്യാപിക്കാതെ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടാത്ത മണ്ഡലങ്ങളിലും പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ചിലയിടത്ത് 2 സ്ഥാനാർത്ഥികളൊക്കെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ചിലയിടത്ത് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ടാകില്ല എന്ന് പറയപ്പെടുന്ന ആളുകൾ തന്നെ അതിൻ്റെ ഒരു സമ്മർദ്ദം എന്ന മട്ടിലുള്ള പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ചിലർ പോസ്റ്റർ അടിക്കുന്നതായി ഭാവിക്കുന്നുണ്ട്. ഈ വിധത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം എന്നത് ഇതിലെ വളരെ നാടകീയമായ ഒരു രംഗമായി മാറുകയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു ഇലക്ഷനിയറിങ്ങിനെ ഇത് സാധാരണഗതിയിൽ ബാധിക്കാറില്ല. എനിക്ക് അതേ അഭിപ്രായം തന്നെ. ബഷീർ പറഞ്ഞ ആ അഭിപ്രായത്തോട് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ ഇലക്ഷനിയറിങ്ങിനെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ബാധിക്കാറില്ല. ഇത് എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ ഇനിയും ഉണ്ടാകാനിടയുള്ള നാടകീയതകളും നാടകീയ രംഗങ്ങളും പ്രഖ്യാപിക്കുമ്പോൾ പ്രാദേശികമായി ഉണ്ടാകുന്ന വലിയ എതിർപ്പുകളും ഇതൊക്കെ എല്ലാ കാലത്തും എല്ലായ്പ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതൊക്കെ ഒരു 1-2 ദിവസം കൊണ്ട് സെറ്റിലാവുകയും വളരെ ഊർജിതമായിട്ട് കോൺഗ്രസ് പ്രചാരണ രംഗത്തേക്ക് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് മുൻകാലങ്ങളിലൊക്കെ കണ്ടിരുന്നത്. അത് ഇത്തവണയും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തവണ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിലൊരു വലിയ പ്രതിസന്ധി ഉണ്ടാകാനുള്ള ഒരു കാരണം ഇടതുപക്ഷത്തു നിന്ന് ഇങ്ങോട്ട് വന്ന സ്ഥാനാർത്ഥികളെ അക്കോമഡേറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു എന്നുള്ളതാണ്. കൊട്ടാരക്കര, അമ്പലപ്പുഴ, അതുപോലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഒറ്റപ്പാലം, അങ്ങനെ 4, 5, 6 സീറ്റുകളിൽ അവർക്ക് ഇടതുപക്ഷത്തുനിന്ന് വന്ന കാൻഡിഡേറ്റ്സിനെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി. അപ്പോൾ സാധാരണ നിലയ്ക്ക് കോൺഗ്രസ് പാലിക്കുന്ന ചില ഇക്വേഷൻസ് ഉണ്ട്. അതിൽ സാമുദായിക സമവാക്യം ഉണ്ടാവും, അതുപോലെ ഗ്രൂപ്പ് സമവാക്യങ്ങളുണ്ടാവും. അതിനനുസരിച്ച് സീറ്റുകൾ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഈ 5 സീറ്റ് അങ്ങ് മാറുമ്പോഴത്തേക്കും ഈ അറേഞ്ച്മെൻറ്റ്സിന് മൊത്തം യഥാർത്ഥത്തിൽ ഇടതു പാർട്ടികൾക്ക് അകത്തുണ്ടായ പ്രതിസന്ധിയാണ് ഇപ്പുറത്ത് അവരുടെ കാൽക്കുലസ് തെറ്റിച്ച് കളഞ്ഞത്. സാധാരണഗതിയിൽ ഇടതുപക്ഷത്ത് അവസാന നിമിഷത്തിൽ ഇത്തരത്തിലുള്ള കൂറുമാറ്റങ്ങൾ ഉണ്ടാവാറില്ല.
പ്രത്യേകിച്ചും CPIM-ലൊന്നും ഒരിക്കലും നമ്മൾ കേട്ടുകേൾവി പോലുമില്ല ഇത്തരത്തിൽ ആളുകൾ മാറി അപ്പുറത്തേക്ക് പോകുന്നു എന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിസന്ധിയാണ് കോൺഗ്രസ് അനുഭവിക്കുന്നത്. പക്ഷേ അത് കോൺഗ്രസ്സിനകത്ത് ഈ 140 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 95 മണ്ഡലങ്ങളിലേക്ക് അതിന് ഇൻറ്റു 3 ആളുകളെങ്കിലും അതിനു വേണ്ടി ലക്ഷ്യമിട്ട് കൊല്ലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൊരാൾക്ക് ഇത്തവണ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത തവണയെങ്കിലും എന്ന് വിചാരിച്ചാണ് ആ പ്രവർത്തനം. അല്ലാതെ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ എനിക്ക് സ്ഥാനാർത്ഥിയാകാമെന്ന് ഉദ്ദേശിച്ചല്ല ഒരു കോൺഗ്രസ്സുകാരനും. അടുത്തത് അല്ലെങ്കിൽ അതിനടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും കിട്ടും എന്ന്. അതിനിടയിൽ വരുന്ന പാരകൾ, ബ്രേക്കുകളാണ് യഥാർത്ഥത്തിൽ ഈ മറുപക്ഷത്തുനിന്ന് ചാടി വരുന്ന ആളുകളെ അക്കമഡേറ്റ് ചെയ്യുക എന്നത്. അവർ ഈ ഒരു സ്ഥാനാർത്ഥിത്വം മാത്രമല്ല അവരുടെ പ്രശ്നം. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ മുഴുവൻ ഇക്വേഷനും തെറ്റും. അതൊരു പക്ഷേ അടുത്ത സാധ്യതയെ പോലും മാറ്റിമറിക്കും. അതുകൊണ്ടാണ് വരുന്ന ആളുകൾ ഒരു തരത്തിലും പറ്റില്ല എന്ന് പ്രാദേശിക ഘടകങ്ങളും പ്രാദേശിക നേതാക്കളും പറയുന്നത്. എന്നാൽ ഇവിടുത്തെ ഒരു പ്രശ്നം ഒരു ഡെമോക്രസിയുമായി നമ്മൾ ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ആരാണ് ഈ പ്രക്രിയ നടത്തുന്നത്? ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന പ്രക്രിയയിൽ ജനങ്ങൾക്കും ജനാഭിലാഷത്തിനും പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ലേ? മേൽത്തട്ടിൽ ചില നേതാക്കന്മാർ ഈ കരുക്കൾ നീക്കുക അല്ലെങ്കിൽ നമ്പേഴ്സ് മാറ്റി കളിക്കുക മാത്രമാണോ ചെയ്യുന്നത്? അവരവരുടെ ഭാഗം ഉറപ്പുവരുത്താനും അവരവരുടെ ഭാഗം സുരക്ഷിതമാക്കാനും വേണ്ടി ചില കരുക്കൾ നീക്കുക മാത്രമാണോ? ചില ആളുകളെ വെട്ടിയൊതുക്കാനും അതുകൂടിയുണ്ട്. അതായത് മറ്റൊരാൾ ഇടതുപക്ഷത്തു നിന്ന് വന്നാൽ അവരെ അക്കമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ വെട്ടിയൊതുക്കുക എന്നതാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ഗെയിം ഇതിൽ പ്ലേഡ് ഔട്ട് ആവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ജനങ്ങൾക്കും അടിത്തട്ടിലുള്ള പാർട്ടി ഘടകങ്ങൾക്കും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനുള്ള പങ്കാളിത്തം കുറഞ്ഞു വരികയും അത് മേലെത്തട്ടിലുള്ള ഒരു കളി മാത്രം. അല്ല, അത് ഏത് കോൺഗ്രസ്സിൽ അത് മുൻകാലങ്ങളിലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ താഴെത്തട്ടിൽ നിന്നൊരു സജഷൻ സ്വീകരിച്ചുകൊണ്ട് അത് തൊട്ടടുത്ത ഘടകത്തിലോ അല്ലെങ്കിൽ മേൽഘടകത്തിലോ ചർച്ച ചെയ്ത് ആ നിർദ്ദേശം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ച് ഉപരി കമ്മിറ്റിക്ക് സമർപ്പിച്ച് അവർ അത് അംഗീകരിച്ച് സ്ഥാനാർത്ഥി, ഈ ഒരു പ്രോസസ്സ് അവിടെ ഇല്ലല്ലോ. ഓരോ പ്രദേശത്തും അടുത്ത തെരഞ്ഞെടുപ്പ് ജനകീയ സമ്മർദ്ദം കോൺഗ്രസിന് മേലും ഉണ്ടാകും. സ്ഥാനാർത്ഥി, ഞങ്ങൾക്ക് ഇന്ന സ്ഥാനാർത്ഥിയെ വേണം എന്നത് മിക്കവാറും അത് ആ സ്ഥാനാർത്ഥിയുടെ തന്നെ ആളുകളിൽ നിന്നുള്ള സമ്മർദ്ദം. അതാണ് ഞാൻ പറയാൻ വന്നത്. സാധാരണഗതിക്ക് ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടമാകുമ്പോഴത്തേക്കും അതാത് മണ്ഡലങ്ങളിൽ സാധ്യതയുള്ള അല്ലെങ്കിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടിയേക്കും എന്ന് ഉറപ്പുള്ള കോൺഗ്രസ് പ്രവർത്തകരോ നേതാക്കളോ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷറിൻ്റെ തുടർച്ചയിലാണ് അവരുടെ പേര് മുന്നോട്ട് വയ്ക്കപ്പെടുകയോ അല്ലെങ്കിൽ മേൽ കമ്മിറ്റികളുടെ അടുത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ അവർക്ക് ബന്ധമുള്ള ഉയർന്ന നേതാക്കളുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ആ നേതാക്കൾ വഴി ആ പേര് സർക്കുലേറ്റ് ചെയ്യപ്പെടുക. ഇങ്ങനെയൊക്കെ തന്നെയാണ് കോൺഗ്രസിൽ മുൻകാലത്തും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടുള്ളത്. അതിൽ നിന്ന് ഭിന്നമായി ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ ഒരു കാലത്തും ഇല്ലാത്തതാണിത് എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കോൺഗ്രസിൽ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം സ്ഥാനാർത്ഥികൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കരുണാകരൻ ഉണ്ടാക്കിയ പ്രതിസന്ധിയിൽ 5 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയതിന് ശേഷം കരുണാകരൻ വന്നിട്ട് എനിക്ക് പറ്റില്ല, ഇവരെ മാറ്റണം എന്ന് പറഞ്ഞ് അന്ന് 4 ആളെയും മാറ്റി. 4 പേരും വിജയിച്ചു. ആ 4 പേരും പിന്നെ വിജയിച്ചു വരുന്നത്. അതൊന്നും കോൺഗ്രസിൻ്റെ ഒരു വിജയത്തെ ഒരു ഘട്ടത്തിലും ബാധിച്ചിട്ടില്ല. ഇത്തവണയും അതങ്ങനെ തന്നെയായിരിക്കും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ അന്തിമ ലിസ്റ്റായി കഴിഞ്ഞാൽ പിന്നെ ആ മെഷീൻ അങ്ങ് പ്രവർത്തിച്ചു തുടങ്ങും. സാധാരണഗതിയിൽ അത് വലിയ തോതിൽ ബാധിക്കാനിടയില്ല. പക്ഷേ ഇവിടെ കോൺഗ്രസിനെ മാത്രമാണ് ഇത് ബാധിച്ചത് എന്നും പറയാനാവില്ല. മറ്റെല്ലാ പാർട്ടികളിലും ഉണ്ട്. മുസ്ലിം ലീഗിനകത്ത് പ്രതിസന്ധിയുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ സംസാരിക്കുന്നതിനേക്കാൾ രൂക്ഷമാണ് പ്രതിസന്ധി എന്ന് തോന്നുന്നു. അബ്ദുറഹ്മാൻ രണ്ടത്താണി പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞു. അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി CPIM വളരെ ദീർഘമായ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷാഫി ചാലിയും വേറെ നിലക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു. അദ്ദേഹത്തെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് CPIM പരിശോധിക്കുന്നുണ്ട്. അപ്പം മുസ്ലിം ലീഗിനകത്ത് പ്രശ്നമുണ്ട്. മുസ്ലിം ലീഗ് അത് മാത്രമല്ല, CPM-നകത്ത് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, CPIM-നകത്ത് കേട്ടുകേൾവിയില്ലാത്തവരല്ല. ഇപ്പുറത്ത് BJP-യിലും NDA-യിലും വലിയ പ്രശ്നങ്ങൾ വേറെ നടക്കുന്നുണ്ട്. അതായത് മുതിർന്ന നേതാക്കളെ ആരെയും അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ കുമ്മനം രാജശേഖരനോ അല്ലെങ്കിൽ MT രമേശോ അങ്ങനെയുള്ള നേതാക്കളെ, PS ശ്രീധരൻപിള്ളയോ അങ്ങനെയുള്ള മുതിർന്ന നേതാക്കൾക്ക് ആർക്കും സീറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ള പരാതി ഒരു ഭാഗത്ത്. NDA-യിൽ വന്ന 2020 BJP-യുടെ മൊത്തം കണക്കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് പല മണ്ഡലങ്ങളിലെയും സീറ്റ് എടുക്കുകയും അവിടെ പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനാർത്ഥികൾക്ക് BJP സ്ഥാനാർത്ഥികൾക്ക് അവസരമില്ലാതാവുകയും ചെയ്ത സാഹചര്യം. അതിപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ കൊടുങ്ങല്ലൂർ, അതുപോലെ തൃപ്പൂണിത്തുറ, ഇതൊക്കെ BJP മത്സരിക്കും എന്ന് BJP ഉറപ്പിക്കുകയും അതിനുവേണ്ടി സ്ഥാനാർത്ഥികൾ തന്നെ രംഗപ്രവേശം ചെയ്യുകയും അവർ പലവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. ഇത് നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ്.
ആ മണ്ഡലങ്ങളൊക്കെ ഇപ്പോൾ 2020 സ്ഥാനാർത്ഥി മത്സരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് BJPയുടെ ഉള്ളിൽ തന്നെ ചില മണ്ഡലങ്ങൾ ലക്ഷ്യമിട്ട് ദീർഘകാലം, ഇപ്പോൾ കോൺഗ്രസ്സിലെ ആളുകളെ കുറിച്ച് പറഞ്ഞ പോലെ ആ മണ്ഡലം ലക്ഷ്യമിട്ട് ദീർഘകാലമായി പ്രവർത്തിച്ചിരുന്ന ആളുകളെ അവിടെ സീറ്റ് കൊടുക്കാതെ വേറൊരു മണ്ഡലത്തിലേക്ക് മാറ്റി സീറ്റ് കൊടുത്തതിനെക്കുറിച്ചുള്ള കഥകൾ കേൾക്കുന്നുണ്ട്. NDA ഘടകകക്ഷികൾക്ക് തന്നെ വേണ്ട വിധത്തിൽ പരിഗണന കിട്ടിയിട്ടില്ല എന്ന പരാതി വേറെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതയാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും അസംതൃപ്തരുടെ ഒരു നീണ്ട നിരയായിട്ട് ഇതിൽ CPIM-നകത്ത് രൂപപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി ആ പാർട്ടിക്കകത്തുള്ള ഒരു സൈലൻസിനാണ് കാരണമാകുക. ഒരു പക്ഷേ വോട്ടെടുപ്പ് പ്രക്രിയയിൽ വളരെ ചെറിയൊരു ന്യൂനപക്ഷം കാര്യമായി ആക്റ്റീവായി പങ്കെടുക്കാത്ത നിലയിലേക്കായിരിക്കും CPIM-ലെ ഈ പ്രതിസന്ധി കൊണ്ടുപോവുക. കോൺഗ്രസിനകത്ത് അത് അങ്ങനെയല്ല വർക്ക് ചെയ്യുക. കോൺഗ്രസിനകത്ത് അന്തിമ ലിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം ലഭ്യമായ ആളുകളുടെ നേതൃത്വത്തിൽ സംഗതി ആക്റ്റീവായി മുന്നോട്ട് കൊണ്ടുപോകും. മറ്റുള്ളവർ പതിവ് പോലെ വിട്ടുനിൽക്കാനുള്ള പ്രവണതയൊന്നും കാണിക്കില്ല. അടുത്ത ലക്ഷ്യത്തിന് വേണ്ടി അവർ ശ്രമിക്കുകയുള്ളൂ. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു മെക്കാനിസം. ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുമ്പോൾ പറയുന്നത് കേട്ടിരുന്നു. കാരണം ഞങ്ങൾ 10 വർഷമായിട്ട് അധികാരത്തിൽ നിന്ന് വിട്ടു നിൽക്കായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊരു ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വികാരമുണ്ട് ജനങ്ങൾക്കിടയിൽ എന്ന തോന്നലൂടെയുണ്ട്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടാനും UDF അധികാരത്തിൽ എത്താനുമുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഉണ്ടായിരിക്കെ തന്നെ കൂടുതൽ ആളുകൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് പുതിയ കാര്യമല്ല, അല്ലെങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. മാത്രമല്ല ഞങ്ങൾക്ക് കൂടുതൽ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ മണ്ഡലത്തിലും കൂടുതൽ പേരെ മത്സരിപ്പിക്കാൻ പാകത്തിലുള്ള വിഭവശേഷി ഞങ്ങളുടെ ഒരു പരിധി വരെ അത് ശരിയാണ്. കാരണം CPIM-ൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിനകത്ത് നടക്കുന്ന ഈ ആഭ്യന്തര കലഹങ്ങൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യുക. അതിൻ്റെ ഒരു മെക്കാനിസത്തെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതല്ലാതെ അല്ലെങ്കിൽ അവർ വിട്ടുപോകണം. ഇപ്പോൾ സുധാകരൻ വിട്ടുപോവുകയാണെങ്കിൽ അത് മറ്റൊരു സിനാരിയോ ആയിരിക്കും. സുധാകരൻ അനുനയപ്പെട്ട് ഇവിടെ തന്നെ തുടർന്ന് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയാണെങ്കിൽ മറ്റൊരു സിനാരിയോ ആയിരിക്കും. അത് UDF-നോ കോൺഗ്രസിനോ വലിയ തോതിൽ ദോഷം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ല. അതോടൊപ്പം പക്ഷേ ഈ ഘടകകക്ഷികളായിട്ടുള്ള പ്രശ്നവും പൂർണ്ണമായി കോൺഗ്രസിന് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അടുത്തത് പുനലൂരാണോ ചടയമംഗലമാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങി, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം 23 വരെ ഉണ്ട്. നാമനിർദ്ദേശ പത്രികയുടെ ഫോം കിട്ടുന്നില്ല എന്നുള്ള പരാതി വേറെയുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് നാമനിർദ്ദേശ പത്രിക അടിച്ച് അതിൻ്റെ ഫോം ലഭ്യമാക്കാൻ പോലും സമയമില്ലാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഇലക്ഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചതെന്നുള്ളത് അതിൽ നിന്ന് തന്നെ ക്ലിയറാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തോ വളരെ തിരക്കുപിടിച്ചത് നടത്തി തീർക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഈ സിസ്റ്റം മൊത്തം എന്താ പറയുക, ഒന്ന് തകരാറിലാക്കുക എന്നുള്ള പണി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനു മുമ്പും മറ്റു പല സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളും ചെയ്തിട്ടുണ്ട്. വളരെ തിടുക്കപ്പെട്ട് വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രം പ്രചരണത്തിന് കൊടുത്ത് വേഗം തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നുള്ളൊരു പണി പ്രതിപക്ഷ പാർട്ടികളെയാണ് ഇത് പൊതുവായി ബാധിക്കുക. കാരണം അവർക്ക് എന്താ പറയുക, ധനസമാഹരണത്തിനോ അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചാരണത്തിലേക്ക് നീങ്ങാനോ ഒന്നും സമയം അനുവദിക്കാത്ത വിധത്തിലുള്ളൊരു പണി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ഡെലിബറേറ്റായി ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കണം. അപ്പോൾ അതങ്ങനെ ഇരിക്കെ അതുകൂടെ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഘടകകക്ഷികളുടെ 2 സീറ്റ് തീരുമാനമായിട്ടില്ല. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കും എന്ന് പറയുന്ന കുട്ടനാട് കോൺഗ്രസിനകത്ത് വലിയ കലഹം നടക്കുന്നു, ഞങ്ങളവിടെ വിമതരായി മത്സരിക്കും എന്ന് കോൺഗ്രസ്. ഇതൊക്കെ ഇനി സെറ്റിൽ ചെയ്യണമല്ലോ. ഇപ്പോൾ ഈ പ്രഖ്യാപിക്കപ്പെട്ടിടത്തോളം സീറ്റുകൾ വെച്ച് നമുക്ക് പാർട്ടികൾ അക്രോസ് ദി പാർട്ടീസ് ഒരു തലമുറ മാറ്റം എന്നത് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? തലമുറ ഡെഫിനറ്റ്ലി വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അത് പ്രകടമായിട്ടുണ്ട്. CPM-ൻ്റെ കാര്യത്തിലുണ്ട്. CPM അത് നേരത്തെ മുതൽ തുടങ്ങിയതാണ്. 2 മാറ്റം ലീഗിലും അതുണ്ട്. കോൺഗ്രസിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യുവാക്കളായ ഒരുപാട് പേരെ നമുക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇതുവരെ അങ്ങനെ പരിചയമില്ലാത്ത പല പേരുകളും ഇപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കപ്പെടുകയോ ഉറപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഈ പരിഗണിക്കപ്പെടുകയോ ഉറപ്പിക്കപ്പെടുകയോ ചെയ്തു എന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ പരിഗണിക്കുന്നവരിൽ പോലും അങ്ങനെയുള്ള ആളുകളെ അവർ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ വടക്കാഞ്ചേരിയിൽ വൈശാഖ്, അതുപോലെ കൊടുങ്ങല്ലൂരിൽ ജനീഷ്, അതുപോലെ അലോഷ്യസ് സേവ്യർ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അങ്ങനെ തുടങ്ങി ഒരു വലിയ പുതിയ നിര ഇതിനകത്ത് പുതിയ പേരുകൾ ഇതിനകത്ത്. ഇപ്പോൾ ചെങ്ങന്നൂർ ബാബു പ്രസാദ്, ഇങ്ങനെ തുടങ്ങി കുറേ ആളുകൾ, പുതിയ ആളുകൾ, പുതിയ പേരുകൾ. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലും അത് വളരെ പ്രകടമാണ്. പുതിയ ഒരു തലമുറ മാറ്റം എന്നത് വളരെ പ്രകടമാണ്. പക്ഷേ നമ്മൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രതീക്ഷിക്കുമ്പോൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞു കേട്ടിരുന്ന പേരുകൾ സണ്ണിയം കപ്പിക്കാട്, ഒരുപക്ഷെ വയനാട്ടിൽ CK ജാനു പോലെയുള്ള ആളുകൾ സ്ഥാനാർത്ഥികളാകുമെന്ന് പറഞ്ഞിരുന്നു.
അത്തരത്തിലുള്ള ഒരു പരിഗണന ഇപ്പം ഇല്ല. ഈ പ്രഖ്യാപിക്കാനുള്ള സീറ്റുകളിലും അവരുടെ പേരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തുടക്കത്തിൽ അവരോടൊക്കെ സംസാരിച്ചിരുന്നതാണ്. അവർ സണ്ണിയൊക്കെ വളരെ ഓപ്പണായി തന്നെ അത് അങ്ങനെ ഒരു സംസാരം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതാണ്. അക്കാര്യത്തിൽ അത് ഒരു വിഭാഗത്തിനിടയിൽ വലിയ തോതിൽ സ്വാഗതം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അന്തിമ ലിസ്റ്റിൽ സണ്ണിയുടെ പേരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്തിമ ലിസ്റ്റിൽ സണ്ണിയുടെ പേരില്ല. സണ്ണിയുടെ പേരിൽ വൈക്കത്ത് വേറെ സ്ഥാനാർത്ഥിയാണ് അവർ പ്രഖ്യാപിച്ചത്. CK ജാനു മത്സരിക്കുന്ന മാനന്തവാടിയിലും വേറെ മത്സരിക്കണമെന്ന് അവരാഗ്രഹിച്ച മാനന്തവാടിയിലും വേറെ കാൻഡിഡേറ്റിൻ്റെ പേരാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പരിഗണന, അതായത് തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന സമയത്ത് കോൺഗ്രസ് ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു പരിവേഷമുണ്ട്. UDFൻ്റെ ഒരു മൊത്തം കാൻഡിഡേറ്റ് ലിസ്റ്റിൽ ഈ പറയുന്ന സണ്ണി M കബിക്കാട് അല്ലെങ്കിൽ CK ജാനു, അതുപോലെ പല പേരുകളും പറഞ്ഞു കേട്ടിരുന്നു. ഇത്തരം പേരുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറെ കൂടി ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു പട്ടിക ഉണ്ടാക്കാനുള്ളൊരു ആലോചന ഒരു പക്ഷേ കോൺഗ്രസിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അത് രമേശ് പിഷാരടിക്ക് പാലക്കാട്ട് സീറ്റ് കിട്ടുകയും ചെയ്തു. PK ശശിക്ക് പോലും സീറ്റ്, ഒറ്റപ്പാലത്ത് സീറ്റ്. പക്ഷേ സണ്ണി M കപ്പിക്കാടിനും ജാനുവിനും ഒക്കെ വാഗ്ദാനം ചെയ്യപ്പെട്ട സീറ്റ് ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞാൽ ബാക്ക് ടു കോൺഗ്രസ് അതിന്റെ ഒരു സ്വഭാവത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. മറ്റൊരു തരത്തിലുള്ള മാറ്റത്തിനും അത് വില്ലിംഗ് അല്ല എന്ന് പറയുന്ന വിധത്തിലാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക പറയുന്ന വിധത്തിൽ തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക. അതിലും ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന പല തരത്തിലുള്ള പരിഗണനകളുണ്ടല്ലോ. ഗ്രൂപ്പ് പരിഗണനകളുണ്ട്, സമുദായ പരിഗണനകളുണ്ട്, ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെയുള്ള മറ്റ് പരിഗണനകളുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ പരിഗണനകളും വീതം വെച്ച് വരുമ്പോൾ ഈ പുറമേ നിന്നുള്ള ആളുകളെ ഉൾക്കൊള്ളുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പോൾ സുധാകരനെ അമ്പലപ്പുഴയിൽ പിന്തുണയ്ക്കുന്ന പോലെ അല്ല സണ്ണി M കബിക്കാടിനെ വൈക്കത്ത് മത്സരിപ്പിക്കുന്നത്. കാരണം സുധാകരനെ അമ്പലപ്പുഴയിൽ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ കോൺഗ്രസിന് വേറൊരു കാൽക്കുലേഷനാണ് അവിടെ ഉള്ളത്. സണ്ണി M കബിക്കാടിൻ്റെ കാര്യത്തിലുള്ള കാൽക്കുലേഷൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർക്കുണ്ടായിരുന്നൊരു കാൽക്കുലേഷനാണ്. പ്രാക്ടിക്കലി തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു കാൽക്കുലേഷനിൽ സണ്ണി M കബിക്കാട് ജമാഅത്തെ ഇസ്ലാമിയുമായി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായി CPIM കോൺഗ്രസ് UDF ഒരു ധാരണയിലേക്ക് എത്തുന്നു, അത് അസോസിയേറ്റ് മെമ്പറായി ചേരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാണല്ലോ ജമാഅത്തുമായി ബന്ധപ്പെട്ട വിവാദം തുടങ്ങിയത്. ജമാഅത്തിന് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ എന്ന നിലയിലല്ലാതെ നോമിനേഷൻസ് എന്ന മട്ടിൽ ചില സ്ഥാനാർത്ഥികളെ ആ പക്ഷത്തു നിന്ന് നിർദ്ദേശിക്കപ്പെടും. അതുകൂടി ഉൾക്കൊള്ളുന്നതായിരിക്കും ഒരു പക്ഷേ UDFൻ്റെ പട്ടിക, അതായിരിക്കും ജമാഅത്ത് സ്വാധീനം എന്നാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കിയത്. പക്ഷേ ആ സ്വാധീനവും ഇല്ല എന്നാണ് പട്ടിക വരുമ്പോൾ മനസ്സിലാവുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സഖ്യമില്ല എന്നാണോ? അങ്ങനെ ഒരു സഖ്യം പ്രാക്ടിക്കലി ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത്. ഇപ്പോൾ വെൽഫെയർ പാർട്ടി അവർ മത്സരിക്കുന്ന ചില മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. കൂടുതൽ സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിക്കും എന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞ വിഭാഗത്തിൽ നിന്നുള്ള സജഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ സണ്ണി M കബിക്കാടിൻ്റെ കാര്യത്തിലാണെങ്കിലും CK ജാനുവിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അത് ജമാഅത്ത് കൂടി എൻഡോസ് ചെയ്തതായിരിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ കോൺഗ്രസ് അങ്ങനെ വളരെ ഓർഗാനിക്കായിട്ട് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഒരു കാരണവശാലും സണ്ണി M കബിക്കാടോ അല്ലെങ്കിൽ CK ജാനു, നേരത്തെ CK ജാനുവിലേക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കോൺഗ്രസിന് ഒരു റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കും. പക്ഷേ സണ്ണിയുടെ കാര്യത്തിൽ അങ്ങനെ റീച്ച് ഔട്ട് ചെയ്യാൻ ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നില്ല. ആ സാധ്യതയിലേക്ക് എത്തിച്ചത് ഒരു പക്ഷേ ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയുടെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ ഒക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം മുൻപ്. നമുക്ക് കൺഫേം ചെയ്യുന്ന പറ്റില്ല, ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് നല്ലതായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ആ തരം സംഗതികളൊക്കെ ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ എനിക്ക് തോന്നുന്നത് പൊന്നാനിയിൽ മത്സരിക്കുന്ന KP നൗഷാദ് അലി മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന സജഷൻസിൽ ഉൾപ്പെടുത്തപ്പെട്ട ഒരാൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നൗഷാദ് അലി ഈ ജമാഅത്ത് സർക്കിൾസിൽ വലിയ ബന്ധങ്ങളുള്ള ഒരാളാണ്. ആ സജഷൻ കോൺഗ്രസ് ഒരുപക്ഷെ അംഗീകരിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അതിനപ്പുറത്തേക്ക് വേറൊരു സജഷനും ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ല. ആ നിലയ്ക്കാണെങ്കിൽ അത്തരം ഒരു സഖ്യം ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയില്ല. പരോക്ഷമായി പോലും അതുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി വളരെ ഓപ്പണായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് പൂർണ്ണ പിന്തുണ, അല്ലെങ്കിൽ ഞങ്ങൾ മത്സരിക്കാത്ത സ്ഥലങ്ങളിൽ UDFന് പിന്തുണ എന്ന് പ്രഖ്യാപിക്കുമോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. അതുപോലെ ഈ CPIMൻ്റെ ഭാഗത്തുനിന്ന് മുസ്ലിം ഭൂരിപക്ഷമുള്ള UDF കേന്ദ്രീകൃത മണ്ഡലങ്ങളിൽ എടുക്കുന്ന ഒരു പരീക്ഷണം സാധാരണഗതിയിലുണ്ട്. കാരാട്ട് റസാക്ക് കൊടുവള്ളിയിൽ മത്സരിച്ചതുപോലെ, അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിലെ പഴയ സ്ഥാനാർത്ഥിയെപ്പോലെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കൊണ്ടോട്ടിയിലുള്ള സുലൈമാൻ ഹാജിയെപ്പോലെ അതീവ സമ്പന്നരായ ചിലരെ പിടിച്ചുകൊണ്ടുവന്ന് അവർക്ക് ഇവിടെയും ഒരു പ്രവാസി സമൂഹത്തിന് ഇടയിലും ഒക്കെ അവർക്കുള്ള സ്വാധീനത്തെ ഉപയോഗപ്പെടുത്തി, അവരുടെ സമ്പത്ത് കൂടി ഉപയോഗപ്പെടുത്തി, പാർട്ടി ഫണ്ടിൽ നിന്ന് ഫണ്ടിലേക്ക് ഒരു പൈസ പോലും ചിലവാകാതെ ആ തെരഞ്ഞെടുപ്പ് നടത്തി എടുക്കുക, ഒത്തുകിട്ടിയാൽ വിജയിക്കുക, തോറ്റാൽ പാർട്ടിക്കൊരു നഷ്ടവുമില്ല എന്നത്. അത് ഇത്തവണയും ചിലയിടങ്ങളിൽ
CPIM പരീക്ഷിക്കുന്നുണ്ട്. അതാണോ പാലക്കാട്ട് കാണുന്നത്? അതായിരിക്കണം പാലക്കാട് കാണുന്നത്. ഇപ്പോൾ NMR റസാഖ് എന്ന് പറയുന്നത് CPIMൻ്റെ പ്രവർത്തകനോ അനുഭാവിയോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ പാലക്കാട് അവർ വേറൊരു തരത്തിൽ പരീക്ഷണത്തിന് മുതിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ മത്സരിക്കുന്നത്, കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് രമേഷ് പിഷാരടിയാണ്, അപ്പുറത്ത് ശോഭാ സുരേന്ദ്രനാണ്. അപ്പോൾ ആ വോട്ട് ഡിവിഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് CPIMന് ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രനും രമേഷ് പിഷാരടിയും മത്സരിക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തിലെ സവർണ ഹിന്ദു വോട്ടുകളും മറ്റ് ഹിന്ദു വോട്ടുകളും ഏത് വിധത്തിൽ ഡിവൈഡ് ചെയ്ത് പോകും എന്നുള്ളതിനെക്കുറിച്ച് CPIM ഒരു കണക്കൂട്ടൽ നടത്തിയിട്ടുണ്ടാവും. ആ കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം NMR റസാഖിനെ മത്സരിപ്പിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് CPIMൻ്റെ അടിസ്ഥാന വോട്ടുകളും NMR റസാഖിലൂടെ സമാഹരിക്കാൻ കഴിയുന്ന പാലക്കാട് മണ്ഡലത്തിലെ നിർണായകമായ മുസ്ലിം വോട്ടുകളും കൂടെ ചേർന്നാൽ വേണമെങ്കിൽ പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കും അവർക്കുണ്ടാവുക. പക്ഷേ അത് ആ പ്രതീക്ഷ തിരിച്ചടിക്കാനുള്ള തിരിച്ചടിക്കാനുള്ള ഒരു സാധ്യതയും അവിടെ വളരെ കൂടുതലാണ്. കാരണം UDF അവിടെ ജയിച്ചു വരുന്നത് അവിടുത്തെ മുസ്ലിം വിഭാഗത്തിൻ്റെ വലിയ പിന്തുണയുടെ കൂടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ശ്രീധരൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ആ വിഭാഗത്തിൻ്റെ പിന്തുണ മാത്രമായിരുന്നില്ല, ശ്രീധരൻ ജയിച്ചേക്കാം എന്നുള്ള പ്രതീക്ഷ. അത് ആ കൗണ്ടിങ്ങിൻ്റെ അവസാന ഘട്ടങ്ങളിൽ അത് വളരെ വ്യക്തമായിരുന്നു. ഇപ്പോൾ കണ്ണാടി അല്ലെങ്കിൽ മാത്തൂർ പോലുള്ള പഞ്ചായത്തുകൾ എണ്ണുമ്പോൾ ആണ് ഷാഫി ജയിച്ച് കയറി വരുന്നത്. അതായത് ഇടതു വോട്ടുകൾ തന്നെ ഷാഫിക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിരുന്നു. അപ്പോൾ അത്തരം ഒരു സ്ട്രാറ്റജി CPIM മാറ്റിപ്പിടിക്കുന്നുണ്ടോ എന്നുള്ളത് അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും. NMR റസാഖിനെ മത്സരിപ്പിച്ചുകൊണ്ട് മാത്രം CPIM അങ്ങനെ തീരുമാനിക്കും. പക്ഷേ CPIMന് ഇപ്പോൾ ഷാഫിക്ക് വോട്ട് മറിക്കുന്നതിൽ ഒരു പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ അതുപോലെ ആവില്ല രമേഷ് പിഷാരടിയെ കോൺഗ്രസ് അവിടെ മത്സരിപ്പിക്കുമ്പോൾ എന്നുള്ളൊരു ന്യൂനത അവിടെയുണ്ട്. ഷാഫി ആക്റ്റീവായിട്ടുള്ളൊരു പൊളിറ്റീഷ്യനാണ്, ഗ്രൗണ്ടിൽ രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്, നിറഞ്ഞു നിൽക്കുന്നൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, നേതാവാണ്. അതുപോലെയല്ല രമേഷ് പിഷാരടി. അപ്പോൾ ബി ജെ പി അധികാരത്തിൽ നിന്ന് അല്ലെങ്കിൽ നിയമസഭാ പ്രാതിനിധ്യത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് രണ്ട് കൂട്ടരും അവരുടെ ലക്ഷ്യമായി പറയുന്നുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിച്ചാൽ അതിൻ്റെ ബ്ലെയിം ആരിലേക്ക് പോകും? സ്വാഭാവികമായിട്ട് രണ്ടു കൂട്ടരിലേക്കും പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലെയിം പോകാൻ പോകുന്നത് CPIMലേക്ക് തന്നെയായിരിക്കും. അവരുടെ കാൻഡിഡേറ്റ് സെലക്ഷനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തപ്പെടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. കോൺഗ്രസിൻ്റെ പട്ടിക കുറച്ചുകൂടെ വിശദമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കിതിൻ്റെ കൃത്യം പിക്ചറിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം മുതിർന്ന നേതാക്കൾ ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട്. കുറേ കാലമായിട്ട് നമ്മളുടെ കാഴ്ചാപരിധിയിലില്ലായിരുന്ന പലരും ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ആ മണ്ഡലങ്ങളിലൊക്കെ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുക എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് മാത്രമേ വിശകലനം ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി വരുന്നു. മത്സരചിത്രം കൂടുതൽ തെളിയുകയാണ്. തെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.